വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. എന്നത്തെയും പോലെ ഇന്ന് നമ്മൾ കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് പഠിക്കാൻ പോകുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ആ ക്വസ്റ്റ്യൻസ് 2024-ലും അതുപോലെ തന്നെ 2023-ലൊക്കെ നടന്നിട്ടുള്ള ചില ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഡിജി ഡോഗ് എന്ന റോബോട്ടിക് നായയെ അവതരിപ്പിച്ചത് ഏത് രാജ്യമാണ്? എന്താണ്? ഒരു റോബോട്ടിക് നായയുടെ പേരാണ് നമ്മൾ പഠിക്കുന്നത്, ഡിജി ഡോഗ്. എന്താണ്? ഡിജി ഡോഗ്. അപ്പൊ ഡിജി ഡോഗ് എന്ന് പറയുന്നത് ഒരു റോബോട്ടിക് നായയാണ്. റോബോട്ടിക് നായ കേട്ടോ. ഈ റോബോട്ടിക് നായയെ അവതരിപ്പിച്ചത് ഏത് രാജ്യമാണ് എന്നാണ് ചോദ്യം. ഈ റോബോട്ടിക് നായയെ അവതരിപ്പിച്ചത് ആരാണ്? അമേരിക്ക. ഇപ്പൊ ഡിജി ഡോഗ് എന്ന് പറയുന്ന റോബോട്ടിക് നായയെ അവതരിപ്പിച്ചത് ഏത് രാജ്യമാണ്? അമേരിക്കയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലോകത്ത് ആദ്യമായിട്ട് റോബോട്ടിക് നായയെ കൊണ്ടുവന്നത് ജപ്പാൻകാരാണ്. ലോകത്തെ ആദ്യത്തെ റോബോട്ടിക് നായയെ കൊണ്ടുവന്നത് ജപ്പാൻകാരാണ്. ആ റോബോട്ടിക് നായയുടെ പേര് ഐബോ എന്നാണ്. എന്താണ് അതിന്റെ പേര്? ഐബോ. അപ്പോ നമ്മൾ പറഞ്ഞു ഡിജി ഡോഗ് എന്ന് പറയുന്ന റോബോട്ടിക് നായ അമേരിക്കയുടെയാണ്. പക്ഷെ ലോകത്തിലെ ആദ്യത്തെ റോബോട്ടിക് നായ ആരുടെയാണ്? ജപ്പാന്റെയാണ്. ഐബോ എന്നാണ് കേട്ടോ. ഇനി അടുത്തത്, ന്യൂയോർക്ക് പോലീസ് വകുപ്പ് ആരാണ് നമ്മുടെ ഈ ഡിജി ഡോഗിനെ അവതരിപ്പിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂയോർക്കിലെ പോലീസ് വകുപ്പാണ്. ന്യൂയോർക്കിലെ പോലീസ് ഡിപ്പാർട്ട്മെന്റ്, ന്യൂയോർക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഡിജി ഡോഗ് എന്ന റോബോട്ടിക് നായയെ അവതരിപ്പിച്ചത് എന്ന് ഓർത്തു വെക്കണം കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ റോബോട്ടിക് നായയെ കുറിച്ച് പഠിക്കാൻ. അപ്പൊ ഡിജി ഡോഗ് എന്ന് പറയുന്ന റോബോട്ടിക് നായയെ അവതരിപ്പിച്ചത് അമേരിക്കയാണ്. ന്യൂയോർക്കിലെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഡിജി ഡോഗിനെ അവതരിപ്പിച്ചത്. ലോകത്ത് ആദ്യമായിട്ട് റോബോട്ടിക് നായയെ അവതരിപ്പിച്ചത് ജപ്പാനാണ്. ആ റോബോട്ടിക് നായയുടെ പേര് ഐബോ എന്നാണ്. അടുത്ത ചോദ്യം, 2023-ലെ സരസ്വതി സമ്മാൻ ആർക്കാണ് ലഭിച്ചത്? 2024 ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ട് 23-ല് ചോദിച്ചു. 2023-ലെ സരസ്വതി സമ്മാൻ ആർക്ക് ലഭിച്ചു? ആർക്കാ ലഭിച്ചത്? പ്രഭാവർമ്മയ്ക്ക് ലഭിച്ചു. 2023-ലെ സരസ്വതി സമ്മാൻ പ്രഭാവർമ്മയ്ക്ക് ലഭിച്ചു. പ്രഭാവർമ്മയുടെ കാവ്യ സമാഹാരത്തിനാണ് ലഭിച്ചത് രൗദ്രസാത്വികം. രൗദ്രസാത്വികം എന്നാണ് ആ കാവ്യ സമാഹാരത്തിന്റെ പേര്. അപ്പൊ പ്രഭാവർമ്മയുടെ കാവ്യ സമാഹാരമായ രൗദ്രസാത്വികത്തിനാണ് 2023-ലെ സരസ്വതി സമ്മാൻ ലഭിച്ചത് എന്ന് മനസ്സിലാക്കാം. ഈ സരസ്വതി സമ്മാൻ പുരസ്കാരത്തിന്റെ എത്രയാണ് പുരസ്കാര തുക? 15 ലക്ഷം രൂപയാണ് പുരസ്കാര തുക. സരസ്വതി സമ്മാനം നേടുന്ന 4ാമത്തെ വ്യക്തിയാണ് പ്രഭാവർമ്മ. നാലാമത്തെ മലയാളിയാണ് ആര്? പ്രഭാവർമ്മ. അപ്പൊ സരസ്വതി സമ്മാൻ നേടിയത് ആരൊക്കെയാണ്? മലയാളികൾ. ബാലാമണിയമ്മ. ആരാണ്? ബാലാമണിയമ്മ. അതുപോലെ തന്നെ കെ അയ്യപ്പ പണിക്കർ. ആരാണ്? കെ അയ്യപ്പ പണിക്കർ. അതുപോലെ തന്നെ എന്താണ്? സുഗതകുമാരി എന്നിവരാണ് ആദ്യത്തെ 3 പേര്. സുഗതകുമാരി ട്ടോ. അപ്പൊ ആദ്യം നേടി ബാലാമണിയമ്മ, പിന്നീട് കെ അയ്യപ്പ പണിക്കർ, അതിനുശേഷം സുഗതകുമാരി, പിന്നെ പ്രഭാവർമ്മ. അങ്ങനെ 4 പേരാണ് സരസ്വതി സമ്മാനത്തിന്റെ ഓർഡർ ആദ്യം നേടിയ മലയാളികൾ. 4 പേര്. സരസ്വതി സമ്മാൻ 2023-ലാണ് പ്രഭാവർമ്മയ്ക്ക് കിട്ടിയത്. രൗദ്രസാത്വികം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കാവ്യ സമാഹാരത്തിനാണ് എന്നും കൂടി ഓർത്തു വയ്ക്കുക. അപ്പൊ ബാലാമണിയമ്മയ്ക്ക് 1995-ല്, കെ അയ്യപ്പ പണിക്കർക്ക് 2005-ല്, സുഗതകുമാരിക്ക് 2012-ലൊക്കെ എന്ത് ലഭിച്ചിട്ടുണ്ട്? സരസ്വതി സമ്മാൻ ലഭിച്ചിട്ടുണ്ട് എന്ന് ഓർക്കണം കേട്ടോ. ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത ചോദ്യം നമ്മളോട് ചോദിച്ചത് ഈ ക്വസ്റ്റ്യൻ പേപ്പറില് 2024-ലെ ഖേലോ ഇന്ത്യ 2024-ലെ ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം. 2024-ലെ ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം. 2024-ലെ ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം എന്താണ്? എന്തറിയോ നിങ്ങൾക്ക്? ഹിമപ്പുലിയാണ്. 2024-ലെ ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം എന്താണ്? ഹിമപ്പുലിയാണ്. അത് ഓർത്തു വെക്കുക. 2024-ലെ ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം ഹിമപ്പുലിയാണ്. അപ്പൊ ഈ ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിനെ കുറിച്ച് 1-2 കാര്യം നമുക്ക് പഠിക്കണം. 2024-ലെ ഖേലോ ഇന്ത്യ
വിന്റർ ഗെയിംസ് ആരാണ് ജേതാക്കളായത് എന്ന് ചോദിച്ചാൽ ജേതാക്കളായത് ഇന്ത്യൻ ആർമി ടീമാണ്. ഇന്ത്യൻ ആർമി ടീമാണ് 2024 ഗേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ജേതാക്കള്. 2024 ഗേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നമായ ഹിമപ്പുലിക്ക് ഒരു പേര് നൽകിയിട്ടുണ്ട്. ആ ഹിമപ്പുലിയുടെ പേര് എന്താണ്? ഷീൻ. എന്താണ്? ഷീൻ ഈ ഷേ. ഷീൻ ഈ ഷേ. എന്താണ്? ഷീൻ ഈ ഷേ അല്ലെങ്കിൽ ഷാൻ. ഷീൻ ഈ ഷേ അല്ലെങ്കിൽ ഷാൻ എന്നാണ് 2024 ഗേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് ഭാഗ്യചിഹ്നമായ ഹിമപ്പുലിക്ക് നൽകിയിരിക്കുന്ന പേര്. ക്ലിയർ ആയില്ലേ? വിന്റർ ഗെയിംസിന് 2 ഘട്ടങ്ങളാണ് ഉണ്ടായിരുന്നത്. ആദ്യ ഘട്ടത്തിൽ കളി നടന്നത് അല്ലെങ്കിൽ ഗെയിംസ് നടന്നത് ലഡാക്കിലെ ലേയിലാണ് ആദ്യഘട്ടത്തിൽ നടന്നത്. രണ്ടാം ഘട്ടത്തിൽ നടന്നത് ജമ്മു കാശ്മീരിലെ ഗുൽമാർഗിലാണ്. അപ്പൊ ഗുൽമാർഗ് ആദ്യഘട്ടത്തില് ലേലും രണ്ടാം ഘട്ടത്തില് ഗുൽമാർഗിലുമാണ് എന്ത് നടന്നിട്ടുള്ളത്? ഗേലോ ഇന്ത്യ വിന്റർ ഗെയിംസ്. അപ്പൊ ഗേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ 2 വേദികളാണ് നമ്മൾ പഠിച്ചത്. ആദ്യത്തെ വേദി ലേ ആണ്, രണ്ടാമത്തെ വേദി ഗുൽമാർഗ് ആണ്. ജേതാക്കൾ ആരാണ്? ഇന്ത്യൻ ആർമിയാണ് അല്ലെ. ഹിമപ്പുലിക്ക് നൽകിയ പേരെന്താണ്? ഭാഗ്യചിഹ്നമായ ഹിമപ്പുലിക്ക് ഷീൻ ഈ ഷേ അല്ലെങ്കിൽ ഷാൻ എന്നാണ്. അടുത്തത് നമ്മൾ പലപ്പോഴും ചോദിച്ചിട്ടുള്ളതും പഠിച്ചതുമായിട്ടുള്ള ചോദ്യമാണ് ആദിത്യ L1. കണ്ടു, ആദിത്യ L1 ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല എന്ന് തന്നെ മനസ്സിലാക്കാം. ആദിത്യ L1 ഉപയോഗിക്കുന്ന റോക്കറ്റ്, ആദിത്യ L1 ഉപയോഗിക്കുന്ന റോക്കറ്റ് ഏതാണ്? അറിയാലോ നിങ്ങൾക്ക്, PSLV-C അല്ലെ, PSLV അല്ലെ, PSLV L57 ആണ്. PSLV-C 57 ആണ്. ആദിത്യ L1 ഉപയോഗിക്കുന്ന റോക്കറ്റ് ഏതാണ്? PSLV-C 57. ഏതാണ്? PSLV-C 57. ഒന്നും കൂടി ഞാൻ പറയാണ്. 2023 സെപ്റ്റംബർ 2 ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ഇത് വിക്ഷേപിച്ചത്. 2023 സെപ്റ്റംബർ 2 ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ഇത് വിക്ഷേപിച്ചത്. ക്ലിയർ ആയില്ലേ? സൗരദൗത്യം നടത്തിയ ലോകത്തെ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 4ാമത്തെ രാജ്യം. സൗരദൗത്യം നടത്തിയ ലോകത്തെ 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഏതൊക്കെ രാജ്യങ്ങളാണ് നടത്തിയത് മുമ്പ്? അമേരിക്ക. ആരൊക്കെ നടത്തിയ മുമ്പ് എന്ന് മനസ്സിലാക്കുക. അമേരിക്ക നടത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ ജപ്പാൻ നടത്തിയിട്ടുണ്ട്. പിന്നെ ആരാ നടത്തിയേക്കണേ? യൂറോപ്യൻ സ്പേസ് ഏജൻസി. എന്താണ്? യൂറോപ്യൻ സ്പേസ് ഏജൻസി. ഇവരൊക്കെ തന്നെ മുമ്പ് എന്ത് നടത്തിയിട്ടുണ്ട്? സൗരദൗത്യം നടത്തിയിട്ടുണ്ട്. ക്ലിയർ ആയില്ലേ? സ്പേസ് ഏജൻസി. ഇനിയും ചോദിക്കാം, ഈ എന്താ പറയാ, ഇത് വിക്ഷേപണ സമയത്ത് ആരായിരുന്നു ISRO ചെയർമാൻ? ഡോക്ടർ എസ് സോമനാഥ് ആണ്. ഡോക്ടർ എസ് സോമനാഥ്. അപ്പൊ ആദിത്യ L1 റോക്കറ്റില് ആദിത്യ L1 ഉപയോഗിച്ച റോക്കറ്റ് PSLV-C 57 ആണ്. 2023 സെപ്റ്റംബർ 2 ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചു അല്ലെ. സൗരദൗത്യം നടത്തിയ ലോകത്തെ 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. അമേരിക്ക, ജപ്പാൻ, യൂറോപ്യൻ സ്പേസ് ഏജൻസി എന്നിവരാണ് മുമ്പ് ഇത് വിക്ഷേപിച്ചിട്ട് അല്ലെങ്കിൽ ദൗത്യം നടത്തിയിട്ടുള്ളത്. വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ സോമനാഥ് ആയിരുന്നു. ക്ലിയർ ആയില്ലേ മക്കളെ? ഇനി അടുത്ത ചോദ്യം ഇതാണ്, താലിബാൻ വധിച്ച ഇന്ത്യൻ ഫോട്ടോ ജേർണലിസ്റ്റ്. ആരാണ്? താലിബാൻ വധിച്ച ഇന്ത്യൻ ഫോട്ടോ ജേർണലിസ്റ്റ് ആരാണ്? ഡാനിഷ് സിദ്ദിഖി. ആരാണ്? ഡാനിഷ് സിദ്ദിഖി ആണ് കേട്ടോ. ഡാനിഷ് സിദ്ദിഖി എന്ന് പറയുന്ന ഫോട്ടോ ജേർണലിസ്റ്റിനെയാണ് ആര് വധിച്ചത്? താലിബാൻ വധിച്ചത്. ഡാനിഷ് സിദ്ദിഖി പത്രപ്രവർത്തനത്തിനുള്ള ഏറ്റവും വലിയ പുരസ്കാരമായ പുലിറ്റ്സർ പുരസ്കാരം, പത്രപ്രവർത്തനത്തിനുള്ള ഏറ്റവും വലിയ പുരസ്കാരം ഏതാണ്? പുലിറ്റ്സർ പുരസ്കാരം. അറിയാത്ത കുട്ടികൾ പഠിക്കുക. പത്രപ്രവർത്തനത്തിനുള്ള ഏറ്റവും വലിയ പുരസ്കാരം ഏതാണ്? പുലിറ്റ്സർ പുരസ്കാരമാണ്. അത് 2018 2022 ഒക്കെ ആര് നേടിയിട്ടുണ്ട്? ഡാനിഷ് സിദ്ദിഖി നേടിയിട്ടുണ്ട് കേട്ടോ. 2021 ജൂലൈ 16 പാകിസ്ഥാൻ അതിർത്തിക്കടുത്തുള്ള അഫ്ഗാനിസ്ഥാനിലെ സ്പിൻ ബോൾഡാക്ക് നഗരത്തിൽ വെച്ചാണ് ഡാനിഷ് സിദ്ദിഖി കൊല്ലപ്പെട്ടത്. ഏത് നഗരത്തിൽ വെച്ചാണ്? സ്പിൻ. ആ നഗരത്തിന്റെ പേരൊന്ന് ഓർത്തു വെച്ചോളൂ. സ്പിൻ ബോൾഡാക്ക് നഗരത്തിൽ വെച്ചാണ് ആര് വധിക്കപ്പെട്ടത്? നമ്മുടെ ഡാനിഷ് സിദ്ദിഖി വധിക്കപ്പെട്ടത് അല്ലെങ്കിൽ കൊല്ലപ്പെട്ടത്. അപ്പൊ താലിബാൻ വധിച്ച ഇന്ത്യൻ ഫോട്ടോ ജേർണലിസ്റ്റ് ആണ് ഡാനിഷ് സിദ്ദിഖി. അദ്ദേഹം വളരെ പ്രശസ്തനായിട്ടുള്ള ഫോട്ടോ ജേർണലിസ്റ്റ് ആണ്, പത്രപ്രവർത്തകനാണ്. പത്രപ്രവർത്തനത്തിനുള്ള ഏറ്റവും വലിയ പുരസ്കാരമായ
പുലിറ്റ്സർ പുരസ്കാരം 2018-ലും 2022-ലും നേടിയിട്ടുണ്ട്. സ്പിൻ ബോൾഡാക്ക് എന്ന് പറയുന്ന നഗരത്തിൽ വെച്ചിട്ടാണ് ഇദ്ദേഹം കൊല്ലപ്പെട്ടത് എന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ ഇനി ഇദ്ദേഹം കൊല്ലപ്പെട്ടത് എവിടെ വെച്ചെന്ന് നമ്മളോട് ചോദിച്ചാലോ അതറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം നമുക്ക്. 2023 ഇന്ത്യ അധ്യക്ഷ സ്ഥാനം വഹിച്ചു. അപ്പൊ പറയാണ് G20യുടെ അധ്യക്ഷ സ്ഥാനം ഇന്ത്യ ആയിരുന്നു. 2023 G20 ഇന്ത്യയിൽ നടന്നു. 2024 അധ്യക്ഷ സ്ഥാനം വഹിച്ചു. ഇന്ത്യയിൽ നടന്നു എന്നല്ല, ഇന്ത്യ അധ്യക്ഷ സ്ഥാനം വഹിച്ചു. 2023 G20യുടെ അധ്യക്ഷ പദവി ആര് വഹിച്ചു? ഇന്ത്യ അധ്യക്ഷ പദവി വഹിച്ചു. 2024 അധ്യക്ഷ സ്ഥാനം ആര് വഹിച്ചു? 2024 G20യുടെ അധ്യക്ഷ സ്ഥാനം വഹിച്ചത് ആരാണ്? ബ്രസീൽ. 2023 G20യുടെ അധ്യക്ഷ പദവിയില് ആരായിരുന്നു? ഇന്ത്യയാണ്. 2024 ആരാണ്? 2024 ബ്രസീലാണ്. 2024 ബ്രസീലാണ് അധ്യക്ഷ പദവിയിൽ ഉണ്ടായിരുന്നത്. ഇനി അടുത്തത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ചോദ്യം പഠിച്ചപ്പോൾ അതിന്റെ ഓപ്ഷൻ ആയിട്ട് നമ്മൾ പറഞ്ഞതാണ്. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളി വനിതാ കായിക താരം. ആദ്യ മലയാളി വനിതാ കായിക താരം ആരാണ്? PT ഉഷ അല്ലെ? PT ഉഷ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി വനിതാ കായിക താരം. രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി വനിതാ കായിക താരം ആരാണ്? PT ഉഷയാണ്. അടുത്ത ചോദ്യം ശ്രദ്ധിച്ചോളോ. 2022 ഇത് 22 ആയാലും 25 ആയാലും 26 ആയാലും ഈ അത് ഓർത്തു വെക്കണം നിങ്ങൾ, അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. 2025 മികച്ച പിന്നണി ഗായിക, 2025 മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയത് ആരാന്നറിയില്ലേ മക്കളെ നിങ്ങൾക്ക്? ആരാ ദേശീയ പുരസ്കാരം നേടിയത്? നഞ്ചിയമ്മ ട്ടോ. അവര് എന്താ പറയാ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവര് എന്താ പറയുന്നത്, ആദിവാസി മേഖലയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ലേഡി ഇത്രയും ഭംഗിയായിട്ട് പാടി ദേശീയ പുരസ്കാരം വരെ എത്തി. അപ്പൊ അതുകൊണ്ട് എപ്പോ വേണമെങ്കിലും ചോദിക്കാവുന്ന ചോദ്യം. 2022 മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയത് ആരാണ്? നഞ്ചിയമ്മയാണ്. ആരാ നേടിയ? നഞ്ചിയമ്മ. അടുത്ത ചോദ്യം ശ്രദ്ധിക്കൂ. 2024 എന്താണ്? 2024 ഒളിമ്പിക്സ്. ഉത്തരം ഞാൻ പറഞ്ഞു തുടങ്ങി അല്ലെ. 2024 ഒളിമ്പിക്സിന് വേദി, 2024 ഒളിമ്പിക്സിന്റെ വേദി ഏതാണെന്നാണ് ചോദിച്ചത്. അറിയാലോ നിങ്ങൾക്ക് എല്ലാവർക്കും, പാരീസ്. 2024 എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പാരീസ് ഒളിമ്പിക്സ് എന്നാ പറയാ. 2024 പാരീസ് ഒളിമ്പിക്സ് അല്ലെ. 2028 ലോസ് ഏഞ്ചൽസ്. 2028 ലോസ് ഏഞ്ചൽസ്, അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിൽ നടക്കും. 2028. 2032 എവിടെ നടക്കും? 2032 ഓസ്ട്രേലിയയിലെ ബ്രിസ്ബേൺ. ക്ലിയർ ആയില്ലേ? 2024 പാരീസ് ഒളിമ്പിക്സ് പാരീസ്, 2028 ലോസ് ഏഞ്ചൽസ്. 2032 എവിടെയാണ്? ബ്രിസ്ബേൻ. എവിടെയാ ബ്രിസ്ബേൻ? ഓസ്ട്രേലിയ. ഇനി അടുത്ത ചോദ്യം. 2024 വീണ്ടും ചോദ്യങ്ങൾ ഒരേപോലത്തെ ചോദ്യങ്ങൾ തന്നെയാണ്. 2024 G20 എവിടെയാ? നമ്മൾ നേരത്തെ പറഞ്ഞു ബ്രസീൽ. 2002 ക്വസ്റ്റ്യൻ പേപ്പർ ആട്ടോത്. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയേ, ഒരേ ചോദ്യം തന്നെ പിന്നെയും ആവർത്തിച്ചു വരികയാണ്. ഇനി അടുത്തത് അതിനേക്കാൾ രസം, അതായത് ചന്ദ്രയാൻ വീണ്ടും വരികയാണ്. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവറിന്റെ പേരെന്താ? മുമ്പ് പഠിച്ചിട്ടില്ലേ നമ്മള്? ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവർ ഏതാണെന്ന് ഓർമ്മയുള്ള? പ്രഗ്യാൻ. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവർ ഏതാണ്? പ്രഗ്യാൻ. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവർ ഏതാണ്? പ്രഗ്യാനാണ്. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവർ ഏതാണ്? പ്രഗ്യാനാണ്. ഇനി അടുത്തത് ലാസ്റ്റത്തെ ചോദ്യം. യുഎൻഒയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി. യുഎൻഒയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി 2024 സെപ്റ്റംബറിൽ ചുമതലയേറ്റത് അല്ലെങ്കിൽ നിയമിതനായത് ആരാണ്? പർവതനേനി. അദ്ദേഹത്തിന്റെ പേര് ഇതാണ്, പർവതനേനി ഹരീഷാണ്. പർവതനേനി ഹരീഷ്. ക്ലിയർ ആയിട്ട് പഠിച്ചു വയ്ക്കുക. ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി 2024 സെപ്റ്റംബറിൽ നിയമിതനായത് പർവതനേനി ഹരീഷ് ആണ്. ആരാണ്? പർവതനേനി ഹരീഷ്. പർവതനേനി ഹരീഷ് ആണ്. 2024. ഇപ്പൊ നമ്മള് 2024 ഫെബ്രുവരിയിൽ
വരെയുള്ള കാര്യങ്ങൾ. അപ്പൊ ബാക്കിൽ നിന്ന് തൊട്ടാ നമ്മൾ പോയായിരുന്നത് 2024 ഡിസംബർ, നവംബർ, അങ്ങനെ അങ്ങനെ പോയിട്ട് 2024 ഫെബ്രുവരി, ഇനി ജനുവരിയും കൂടി കഴിഞ്ഞാൽ 2024 എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും അതുപോലെ തന്നെ 2025 ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള കാര്യങ്ങള് നമ്മള് 2025 നമ്മൾ മെയ് മാസം വരെയുള്ളതാട്ടോ പഠിച്ചത്. 2025 മെയ് മാസം തൊട്ട് 2024 ഫെബ്രുവരി വരെയുള്ള ഏതൊക്കെ പരീക്ഷകൾ PSCയുടെ നടന്നുണ്ടോ അതിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യമാണ്. അപ്പൊ അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് കണ്ടുകൊണ്ട് നിങ്ങൾ പഠിക്കുക. ഞാൻ എന്നും പറയുന്നുണ്ട്, അതായത് നിങ്ങൾ കൊച്ചുകുട്ടികളൊന്നുമല്ല, അത്യാവശ്യം അറിവും ഇവരൊക്കെയുള്ള വലിയ കുട്ടികളാണ്. നിങ്ങൾക്ക് തന്നെ വേണം, നിങ്ങൾക്ക് ആവശ്യമാണ്, ഞങ്ങൾക്ക് ഒരു ജോലി വേണം, നിങ്ങൾ തന്നെ സ്വയം വിചാരിച്ചിട്ടേ കാര്യമുള്ളൂ. ടീച്ചർ എന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നും ടീച്ചർക്ക് അറിയാം. എന്നിരുന്നാലും അതിന്റെ ഗൗരവത്തോടുകൂടി നിങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് പിന്നെയും പിന്നെയും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. ഭംഗിയായിട്ട് ഈ കറണ്ട് അഫയേഴ്സ് പഠിച്ചു വെക്കുക. കറണ്ട് അഫയേഴ്സിന് 20 മാർക്കാണ്, അത് നിങ്ങൾ മറക്കരുത്. അപ്പൊ ഇത്രയുള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.